ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. ആത്യന്തികമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അങ്ങനെയല്ലാതെ നല്ലൊരു സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ നശിപ്പിക്കാനാണ് നമ്മൾ ദുർമന്ത്രവാദം ഉപയോഗിക്കുന്നതെങ്കിൽ തൽക്കാലം നമുക്ക് സുഖം കിട്ടണമെന്നേ നമ്മൾ ചിന്തിക്കുക. അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ ഒരു 99% പേരും ചിന്തിക്കില്ല. ആനന്ദം തന്നെയാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആനന്ദത്തിലേക്ക് എത്തുക. ആനന്ദത്തിൽ നിന്നാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത്. ആ ആനന്ദം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഇപ്പോഴത്തെ പുതിയ തലമുറ പോക്ക് ഒരു വല്ലാത്ത രീതിയിലാണ് പോകുന്നത്. സ്പിരിച്വൽ വർക്ക്ഷോപ്പ് എന്ന പേരിൽ പലരും ബ്ലാക്ക് മാജിക് എന്ന തിയറിയിലോട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്നത്തെ തലമുറയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മാന്ത്രവാദ പട്ടിക ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്താണ് ഈ ബ്ലാക്ക് മാജിക്? അത് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ഗുണമാണോ ഭാവിയിൽ ദോഷമാണോ ഉണ്ടാകുന്നത്? ബ്ലാക്ക് മാജിക് എന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് ദുർമന്ത്രവാദത്തെക്കുറിച്ചാണെങ്കിൽ, ബ്ലാക്ക് മാജിക്കിന് ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ദുർമന്ത്രവാദമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോൾ അവൻ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം വേണം. നല്ല രീതിയിൽ ജീവിക്കുന്ന, സാത്വികനായി ജീവിക്കുന്ന, ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് അവനെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അവന് രക്ഷപ്പെടാൻ, അവന് സഹായിക്കാൻ ആരുമില്ലെങ്കിൽ അവന് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പ്രയോഗിക്കാനുണ്ട്. ഒരുപാട് വേദത്തിൽ തന്നെ വിധിച്ചിട്ടുണ്ട്, അഥർവവേദത്തിൽ തന്നെ വിധിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലാതെ നല്ലൊരു സൽപ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ നശിപ്പിക്കാനാണ് നമ്മൾ ദുർമന്ത്രവാദം ഉപയോഗിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ കർമ്മഫലം ആ ചെയ്യുന്ന ആൾ അനുഭവിക്കേണ്ടതായി വരും. അതുറപ്പാണ്. കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതെ ഒരു രക്ഷയുമില്ല. അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ദുർമന്ത്രവാദങ്ങൾ കൊണ്ട് അയാളെ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പ്രകൃതിയിൽ നിന്ന് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. കാരണം ഒരാൾ ആവശ്യപ്പെടുന്ന അദ്ദേഹത്തിന് കൊടുക്കും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദേവത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപാസിക്കുന്ന ദേവത നമ്മളെ അനുഗ്രഹിക്കും. പക്ഷേ വേറെയും ദേവതകളുണ്ട്. ഇവിടെ ദേവതകൾ അനേകമുണ്ട്. ഉപാസിക്കുന്ന ദേവതകളും ഉണ്ടാവും. ഇപ്പം 2 ശക്തന്മാർ നമ്മളുടെ കൂടെ ഒരു ശക്തനായ ആൾ നമ്മളുടെ പുറകിലുണ്ട്. നമ്മളുടെ എതിരായി വരുന്ന ആളുടെ പുറകിലും ഒരു ശക്തനുണ്ട്. 2 പേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാൻ 2 ഭാഗത്തുള്ള ആൾക്കാർ നിൽക്കാതിരിക്കില്ലല്ലോ. അതേപോലെ തന്നെ ദേവതകളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അത് ഏറ്റവും ശക്തിയുള്ള ദേവതകൾ ഏത് എന്ന് പറയാൻ സാധാരണക്കാരൻ സാധ്യമല്ല. അത് ശാസ്ത്രം പഠിച്ചവന് മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദുർമന്ത്രവാദങ്ങളും കാര്യങ്ങളും ചെയ്യാതെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ ദുർമന്ത്രവാദം ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന വ്യക്തി തനിക്ക് നശിപ്പിക്കാനുള്ള ഒരു വ്യക്തിയെ കാണുമല്ലോ. ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ആ ദുർമന്ത്രവാദം മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചെയ്യാത്ത തെറ്റിന് പ്രതിഭാഗത്തിരിക്കുന്ന ആൾ നല്ല നാശം വരുമ്പോൾ ഈ ചെയ്യുന്ന മന്ത്രവാദിക്കും ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന വ്യക്തിക്കും അനുഭവിക്കാണ്ട് വരുന്ന അവസ്ഥ എന്തായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഈ ഒരു ജന്മത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇനി വരാൻ പോകുന്ന ജന്മങ്ങളെക്കുറിച്ചോ കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇനി ഈ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. എന്താണ് മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. ആത്യന്തികമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സുഖം, അല്ലെങ്കിൽ ആനന്ദം തന്നെയാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആനന്ദത്തിലേക്ക് എത്തുക. ആനന്ദത്തിൽ നിന്നാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത്. ആ ആനന്ദം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. ഇങ്ങനെ നമ്മൾ പ്രതികാര ബുദ്ധിയോടുകൂടി ഓരോന്നും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാൻ വേണ്ടി പല ദുഷ്കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സും ഒക്കെ മലിനമായി ഒരിക്കലും നമുക്ക് ഈശ്വര ചിന്തയിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സ് മാറിപ്പോകും.
ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൂചിയിന്മേൽ നിൽക്കുകയാണ്. അത് മാറാൻ വളരെ സെക്കൻഡ് മതി. ഒരു മനുഷ്യന് ചിത്തഭ്രമം തന്നെ വരാൻ വളരെ ചെറിയ സമയം മതി. അപ്പോൾ ഇതൊക്കെ ദുഷ്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അങ്ങനത്തെ മന്ത്രങ്ങളും കാര്യങ്ങളും ചെയ്ത് പ്രയോഗിക്കുമ്പോൾ പലവർക്കും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട്, നിങ്ങളിപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത, ഇങ്ങനെ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് സമ്പത്ത് സമ്പാദിച്ച ഒരു അമ്മയെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ പൂർവാശ്രമത്തിൽ അവരുടെ കുടുംബത്തിൽ ഞാൻ കണ്ടു. അവരങ്ങനെയൊക്കെ ദുർമന്ത്രവാദം ചെയ്ത് കുറേ സമ്പത്ത് സമ്പാദിച്ചു. പക്ഷേ അവരുടെ കാലം കഴിഞ്ഞ് അവർ ഒരു 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ശരീരം മൊത്തം വ്രണങ്ങളും, അതല്ലാതെ ശരീരമൊക്കെ ചലിപ്പിക്കാൻ കഴിയാതെ, അങ്ങനെ ഒരു 10-25 വർഷങ്ങൾ അവർ കഴിഞ്ഞു. എല്ലാ ഡോക്ടർമാരെ അടുത്തും കൊണ്ടുപോയി, പല വൈദ്യന്മാരെ അടുത്തും കൊണ്ടുപോയി, എന്നിട്ടൊന്നും അവരെ ചികിത്സിച്ചിട്ട് മാറിയിട്ടില്ല. അവസാനം നരകയാതനകൾ അനുഭവിച്ചാണ് അവർ മരിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രത്യക്ഷമായി കണ്ടൊരു കാര്യമാണ്. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണത്. അവരെ പറ്റി ആദ്യം പറയായിരുന്നു, ഇങ്ങനെ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ സ്വത്ത് സമ്പാദിച്ചത് എന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ പലവരെയും ദുർമന്ത്രവാദങ്ങൾ ചെയ്യിപ്പിക്കുന്നവരുടെയും അവസാന കാലഘട്ടത്തിൽ, ഇത് ഇന്നല്ല, ഒരു ദിവസം കൊണ്ടല്ല നമ്മളുടെ കാലം കഴിയുന്നത്. ഇപ്പം പെട്ടെന്ന് നമ്മൾ വരാം, പക്ഷേ അത് ഏത് സമയത്ത് നമ്മളുടെ കൊഴിഞ്ഞു പോകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. കാരണം ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് ആരെയും ഉപദ്രവിക്കാനോ എന്തും പറയാനും എന്തും ചെയ്യാനും നമുക്ക് തോന്നും. പക്ഷേ ആരോഗ്യം നമ്മളുടെ നഷ്ടപ്പെടുമ്പോൾ നമ്മളൊന്നുമല്ല, അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദുഷ്കർമ്മങ്ങൾ കഴിയതും ദുർമന്ത്രവാദങ്ങൾ ചെയ്ത് ഒന്നും സമ്പാദിക്കാതിരിക്കുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെ കൺമുമ്പിൽ തന്നെ നടന്നു പോയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആലന്തൂർ നരബലി, അതുതന്നെ കേഡൽ ജീൻസ് രാജ എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ഫാമിലിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരിയെയും ആസ്റ്റൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നതിൻ്റെ പേരിൽ അവരെ കൊലപ്പെടുത്തുകയുണ്ടായി. അതുപോലെ ഇടയ്ക്ക് തന്നെ ഒരു പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളിനെ സുഹൃത്ത് തന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ കൊന്ന് അദ്ദേഹത്തിൻ്റെ രക്തബന്ധം ചെയ്ത ഒരു സംഭവം ഉണ്ടായി. ഇടയ്ക്ക് ഇപ്പം നമുക്ക് അറിയാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിലൂടെ അവർക്ക് എന്താണ് അവർ നേടുന്നത്? ഇതൊക്കെ താൽക്കാലികമായ സുഖങ്ങൾ അന്വേഷിച്ച് നമ്മൾ, മനുഷ്യനൊരു പ്രത്യേകത ഉണ്ടല്ലോ, തൽക്കാലം നമുക്ക് സുഖം കിട്ടണമെന്നേ നമ്മൾ ചിന്തിക്കുക. അതിൻ്റെ പരിണത ഫലത്തെക്കുറിച്ച് നമ്മൾ പൊതുവേ ഒരു 99% പേരും ചിന്തിക്കില്ല. ഇപ്പോൾ എനിക്ക് സുഖം കിട്ടണം, അത് നാളെ എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് അധിക മനുഷ്യർക്കുള്ളത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ശാസ്ത്രങ്ങളൊന്നും പഠിക്കാത്തത് കൊണ്ടാണ്. ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ശാസ്ത്രങ്ങളിലേക്ക് പോവുക, ഗുരുക്കന്മാരുടെ, നല്ല ആചാര്യന്മാരുടെ അടുത്ത് പോയി സംശയങ്ങൾ ചോദിക്കുക, നമ്മുടെ ജീവിതം ധന്യമാക്കാൻ വേണ്ട മാർഗങ്ങൾ അന്വേഷിക്കുക. ഇതൊന്നും അറിയാതെ താൽക്കാലികമായ സുഖങ്ങളുടെ പുറകെ പോകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തൽക്കാലം സുഖം കിട്ടുന്നുണ്ട്, അവിടുന്ന് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ. പക്ഷേ ആ സുഖം ശാശ്വതമാണോ എന്ന് ചോദിച്ചാൽ അത് തൽക്കാലത്തേക്ക് മാത്രമാണ് കിട്ടുന്നത്. പിന്നെ അത് കിട്ടാതിരിക്കുമ്പോൾ ഭ്രാന്തനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ ഇതിന് അടിമയാവുകയാണ് മനുഷ്യന്മാർ അധികവും. ഇതുപോലെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തൽക്കാലം നമുക്ക് പലതും നേടാൻ കഴിയും. ശാശ്വതമായി കിട്ടുന്ന സുഖങ്ങളാണ് നമുക്ക് ശാശ്വതമായിട്ടുണ്ടാവുമോ എന്ന് കരുതി ഇത്തരം കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, അതാണ് വേണ്ടത്. പിന്നെ ദുഷ്കർമ്മങ്ങൾ ചെയ്തവരുടെ മനസ്സ് നന്നാക്കി കൊടുക്കുവാൻ ആർക്കും തന്നെ പെട്ടെന്ന് സാധ്യമല്ല. അവരുടെ അനുഭവത്തിൽ കൂടെ പഠിച്ചു വരുമ്പോഴേ അവർക്ക് മനസ്സിലാകുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ സമയവും കഴിയും. കാരണം ഈ ലോകത്തിൽ വലിയ കാലഘട്ടമൊന്നും ഇല്ലല്ലോ. ആർക്കും അറിയില്ല ഞാൻ എത്ര കാലം ജീവിക്കുമെന്ന്, ആർക്കും അറിയില്ല. 80 വയസ്സ് വരെ 100 വയസ്സ് വരെ ഒക്കെ പറയുന്നുണ്ടെങ്കിലും ആരും അറിയില്ല. അതിൽ തന്നെ പകുതി സമയം നമ്മുടെ ഉറക്കമായിട്ട് പോയി, കുട്ടിപ്രായമായിട്ട് കുറേ പോയി, പിന്നെ കിട്ടുന്ന കുറച്ച് സമയമാണ്. എന്തായാലും നല്ലതുപോലെ ജീവിച്ചാൽ എല്ലാവർക്കും നല്ലത്, തനിക്കും നല്ലത്, മറ്റുള്ളവർക്കും നല്ലത്.